ചിങ്ങം 1 കർഷക ദിനത്തോടനുബന്ധിച്ച് ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സർവീസ് സഹകരണ ബാങ്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം സംഘടിപ്പിച്ചു. ഏരൂർ കൃഷിഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. ഇതിലെ കർഷകർക്ക് ഏറ്റവും ഗുണകരമാകുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്കിവിടെ തന്നെ നെൽകർഷകരുടെ അളവ് കൂടി വരുന്നു. അതായത് അവർക്ക് കൂടി വരുന്ന മറ്റ് ചെലവുകൾ അവർ താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പം അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പഞ്ചായത്ത് ബ്ലോക്കും സംസ്ഥാനവും എല്ലാം തന്നെ ചില സബ്സിഡികൾ ഏർപ്പെടുത്തും. ഇപ്പോൾ പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 11 കർഷകരെ സംബന്ധിച്ച് ഏറ്റവും മികച്ച അപേക്ഷയ്ക്ക് ഏറ്റവും മികച്ച കർഷകരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫീൽഡ് വെരിഫിക്കേഷനെല്ലാം നടത്തി വളരെ കൃത്യമായി കൃഷി നടത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് വി അധ്യക്ഷത വഹിച്ചു. 365 ദിവസവും 3 നേരം കഴിക്കുന്ന ഭക്ഷണം മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അപ്പം ആ കർഷകരെ ആദരിക്കാനും ബഹുമാനിക്കാനും അതുപോലെ പുതുതലമുറയെ കൂടി ഈ കർഷക വൃത്തിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കേരളത്തിലാകമാനം ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൃഷി വകുപ്പും പലവിധ സംഘടനകളും സംയുക്തമായ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ഏരൂർ കൃഷി ഓഫീസർ അഞ്ജന ജെ മധു സ്വാഗതം പറഞ്ഞു. ഇന്ന് കർഷക ദിനം ചിങ്ങം 1 പുതുവത്സര പുലരിയെ വരവേൽക്കുന്ന ദിനമാണ്. ഈ വർഷം പുതുവത്സരം എന്നതിലുപരി ഒരു പുതിയ നൂറ്റാണ്ടിനെയാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. 1200 എന്ന പുതിയ നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. എല്ലാ വർഷവും നമ്മുടെ ഈ കർഷക ദിനം വളരെ സന്തോഷപൂർവ്വം ഉത്സാഹപൂർവ്വം ആവേശപൂർവ്വമായിരുന്നു നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നിരുന്നാൽ ഈ വർഷം നമ്മുടെ വൈസ് പ്രസിഡന്റിനോട് സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാം കണ്ടതാണ് നമ്മുടെ വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടായിരുന്നത്. കൊല്ലം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പുഷ്പ ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി. പരിപാടിയുടെ ഭാഗമായി കർഷക തൊഴിലാളി ആദരവും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. കൃഷിസ്ഥലങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് കൃഷി നടത്തുന്നതിന് വേണ്ടി നമ്മൾ ജാഗ്രതാപൂർവ്വം പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഈ പരിപാടി നടത്തിയവരോടും കർഷകരോടുമെല്ലാം നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സ്ഥലങ്ങളാണ് നമുക്കിപ്പോൾ ഉള്ളത്. ആ സ്ഥലങ്ങൾ മലിനപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കേരള സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകണം. നമ്മുടെ ഹരിതകർമ്മസേന വീടുകളിൽ എത്തുമ്പോൾ അവരുമായി നമ്മൾ സഹകരിക്കണം. കാരണം നമ്മൾ പറമ്പിൽ ഇടുന്ന പ്ലാസ്റ്റിക്കുകൾ ഇപ്പോൾ അവരാണല്ലോ കൊണ്ടുപോകുന്നത്. കുറച്ച് നാൾ മുമ്പ് വരെ ഹരിതകർമ്മസേന സജീവമായി പ്രവർത്തിക്കാതിരുന്ന സാഹചര്യത്തിൽ നമ്മുടെ പറമ്പിൽ നമ്മളൊരു വാഴ നടാൻ വേണ്ടി പോയി കിടക്കുമ്പോൾ അവിടുന്ന് ആദ്യം പ്ലാസ്റ്റിക് എല്ലാം വേണ്ടിയിട്ടുണ്ട്. ഇപ്പം അതിൽ ഹരിതകർമ്മസേന കൊണ്ടുപോവുകയാണ്. അപ്പം ഹരിതകർമ്മസേനയോട് കൂടി നിങ്ങൾ സഹകരിക്കണം. പിന്നെ ഈ പരിപാടിയുടെ സംഘാടകരോട് പറയാനുള്ളത്, ഇനിയുള്ള പരിപാടികളിൽ ഇന്ത്യയിൽ നമ്മുടെ ഈ പേപ്പർ ഗ്ലാസ് പൂർണ്ണമായി നമ്മൾ ഉപേക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം. കാരണം നമ്മുടെ സർക്കാർ സംവിധാനത്തിലുള്ള നമുക്ക് ഗ്ലാസുകൾ, അല്ലാതുള്ള സ്റ്റീൽ ഗ്ലാസുകൾ, കുപ്പി ഗ്ലാസുകൾ അടക്കം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള നമ്മുടെ പേപ്പർ ഗ്ലാസുകൾ അടക്കം നമുക്ക് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല വർഷം, കാരണം ഇത് ചിങ്ങം 1 ഒരു വർഷമാണ്. 1200 പുതിയ ആണ്ടിൽ പുതിയ നൂറ്റാണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഡോക്ടർ കെ ഷാജി, അംബികാകുമാരി സി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ ബിനു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി അജയൻ, അഞ്ജു, ഫൗസിയ ഷംനാദ്, മഞ്ജുലേഖ, MP നസീർ, അനുരാജ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സഹായത്തോടുകൂടി ഗ്രാമ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നാളികേരം ഇവിടെ തന്നെ ഉത്പാദിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം സഹായങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിലെ കർഷകർക്ക്
ധാരാളം സഹായങ്ങൾ ഏകദേശം 90 പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ വർഷവും പദ്ധതി തയ്യാറാക്കുമ്പോൾ നിശ്ചിതമായിട്ടുള്ള തുക കാർഷിക മേഖലയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കർഷകർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു. ഇപ്പോൾ കോവിഡാനന്തര ഒരു കേരളം, തൊഴിലെല്ലാം നഷ്ടപ്പെട്ടു വന്നിട്ടുള്ള ആളുകളെ കൂടുതൽ പ്രോത്സാഹിക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി തന്നെ സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൃഷിഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം സഹായങ്ങൾ കർഷകർക്ക് ലഭിക്കുന്നു. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്കീമുണ്ട്. റിപ്പോർട്ടർ സജി അഞ്ചൽ. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.